ഇക്കഴിഞ്ഞ ദിവസം അപൂർവ വൈകല്യങ്ങളോടെ ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ മീഡിയയിലാകെ ഒച്ചപ്പാടും ബഹളവും ആയില്ലേ. ഇത് എന്തുകൊണ്ട് സ്കാനിങ്ങിൽ കണ്ടെത്തിയില്ല എന്ന് പലരും ചോദിച്ചും കാണും. ശരിയാണ്, വലിയ വൈകല്യങ്ങളൊക്കെ സ്കാനിൽ കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം പറഞ്ഞോട്ടെ. നിങ്ങളിൽ എത്ര പേര് ഡോക്ടേഴ്സ് പറയുന്ന എല്ലാ സ്കാൻസും സ്ക്രീനിങ് ടെസ്റ്റും ചെയ്യാൻ വില്ലിങ് ആവാറുണ്ട്? പൊതുവെ കാണുന്ന പ്രവണതയാണ്, പ്രഗ്നൻസി അല്ലേ, അതിന് ഇത്രയൊക്കെ മതി, കഴിഞ്ഞ പ്രഗ്നൻസിയിലാകെ 3 സ്കാനേ എടുത്തുള്ളൂ, കൂടുതൽ സ്കാനും ടെസ്റ്റും ഒക്കെ പൈസ വാങ്ങാൻ പറയുന്നതാണ്. ഈ ടെസ്റ്റിന് വേണോ വൈകല്യങ്ങളുടെ സ്കാൻ എടുത്താൽ പോരെ? ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവർ പോലും കുഞ്ഞിന് വേണ്ടി കൂടുതൽ ചെയ്യണോ എന്നല്ല, എവിടെ ഇത്തിരി കുറയ്ക്കാം എന്നാണ് ചിന്തിക്കാറ്. മിനിമം എഫേർട്ടിൽ മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടണം, എന്നിട്ട് അവസാനം എന്തെങ്കിലും ഉണ്ടായ ഉടനെ കണ്ടുപിടിച്ചില്ല എന്ന് പഴിയും പറയും. ഇത്രയും അസാധാരണമായ ഒരു കുഞ്ഞിന് ശാരീരിക വൈകല്യം മാത്രമാണെന്ന് കരുതുന്നിടത്താണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഇതൊക്കെ പല ജനിതക വൈകല്യങ്ങളുടെയും ക്രോമസോമൽ പ്രോബ്ലംസിന്റെ ഒക്കെ ഒരു ഭാഗം മാത്രമാണ്. കുഞ്ഞിനുണ്ടാവുന്ന എല്ലാ ജനിതക പ്രശ്നങ്ങളും ചെറിയ വൈകല്യങ്ങളൊക്കെ 5ാം മാസത്തിലെ സ്കാനിലൂടെ മാത്രം അറിയാമെന്ന് കരുതുന്നത് തന്നെ മണ്ടത്തരമാണ്. പ്രഗ്നൻസി കെയറിൽ ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് മുന്നിൽ എത്തിക്കഴിഞ്ഞു. 3 മാസത്തിനകം തന്നെ NT സ്കാനും മറ്റ് സ്ക്രീനിങ് ബ്ലഡ് ടെസ്റ്റുകളും വഴി കുഞ്ഞിനുണ്ടാവുന്ന 99% ജനിതക പ്രശ്നങ്ങളുടെ സാധ്യത കണ്ടെത്താനും by 16 to 17 വീക്സ് ഇതൊക്കെ കൺഫേം ചെയ്യാനും ഇന്ന് പറ്റും. പല കേസസും 5ാം മാസത്തിലെ അനോമലി സ്കാൻ വരെ പോലും പോകേണ്ട കാര്യമില്ലെന്ന് സാരം. അഫോർഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ലാസ്റ്റ് വരുന്ന മെന്റൽ ട്രോമ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇതുപോലത്തെ പല കുഞ്ഞുങ്ങളും ജനിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും ചിന്തിക്കണ്ടേ?